സ്ത്രീ സമൂഹം വെറുക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആവശ്യ സമയത്ത് മാത്രം മടിപ്പിക്കുകയും ആവശ്യ പൂർത്തീകരണം കഴിഞ്ഞാൽ ആട്ടപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. വൈകുന്നേരങ്ങളിൽ കുടിച്ചു കൂത്താടി മതോത്മത്തനായി സ്വന്തം ഗ്രഹത്തിലേക്ക് കടന്നു വരുന്ന ആർത്തി പൂണ്ട പുരുഷന്റെ മുമ്പിൽ സ്വന്തം അനാരോഗ്യം പോലും പ്രകടമാക്കാൻ കഴിയാതെ, സ്വാതന്ത്ര്യമില്ലാതെ ദൈന്യതയുടെ താഴെത്തട്ടിൽ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട സമൂഹമായ പെൺകൊടിമാരുടെ മുൻകാല ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഗ്രീസിലും റോമിലും യൂറോപ്പിന്റെ പല നാടുകളിലും, എന്തിനേറെ ആർഷഭാരതത്തിൽ പോലും ഈ പാവപ്പെട്ട സ്ത്രീ സമൂഹം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും പിന്നോക്കം തള്ളപ്പെടുകയും ചെയ്തിരുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാകും. നാരികൾ നാരികൾ നാണം കുണുങ്ങികൾ, വിശ്വവിഭത്തിന്റെ നാരായ വേരുകൾ, വിശ്വസിച്ചിടാം മൃഗത്തിനെ പാടില്ല, വിഭ്രമമേകുമീ സ്ത്രീയാ മൃഗത്തിനെ എന്നു പറഞ്ഞ് ഭാരതാംബയുടെ, പവിത്രമായ ഭാരതാംബയുടെ സാംസ്കാരിക കേരളത്തിലെ മലയാളിയുടെ മാതൃഭാഷയായ മലയാളത്തിലെ കാവ്യശകലങ്ങളുടെ അക്ഷരങ്ങൾക്കിടയിലൂടെ സ്ത്രീ സമൂഹത്തെ മൃഗത്തെക്കാൾ അധപ്പതിച്ച രൂപത്തിൽ തരം തള്ളിക്കൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ത്രീ അബലയായും സ്ത്രീ മൃഗത്തെക്കാൾ അധപ്പതിച്ചവളായും ഈ സമൂഹത്തിന്റെ ശാപമായും അവളെ പരിചയപ്പെടുത്തിയത് ചങ്ങമ്പുഴയുടെ കാവ്യശകലങ്ങളിലൂടെയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ക്ഷേത്രനടയിൽ വെച്ച് വർണ്ണമാല്യം ചാർത്തി അത്തറിന്റെ നറുമണമുള്ള, പുത്തനുടുപ്പിന്റെ പുതുമയുള്ള, മുല്ലപ്പൂവിന്റെ നറുമണമുള്ള, മൈലാഞ്ചിയുടെ നിറം മങ്ങാത്ത പാവപ്പെട്ട സഹോദരിമാർ വീടണയാനുള്ള പ്രാർത്ഥനയോടെ കൂടണയാനുള്ള യാത്രാമധ്യേ ഒരു വാഹനാപകടത്തിലെങ്ങാനും തന്റെ പ്രിയപ്പെട്ട പ്രാണേക്ഷരൻ ജീവൻ നഷ്ടപ്പെട്ടാൽ, അപകടത്തിൽ മരണപ്പെട്ടാൽ, ആ ഭർത്താവിന് വേണ്ടി ഒരുക്കുന്ന അതേ ചിതയിൽ ഈ നവവധുവും ഈ പാവപ്പെട്ട പുതിയ പെണ്ണും ചാടി ജീവൻ ഒടുക്കേണ്ടി വന്നിരുന്ന വളരെ സങ്കടകരമായ, വളരെ പൈശാചികകരമായ ഒരു ദുരന്തത്തിന്റെ ചരിത്രം ഭാരതാംബയ്ക്ക് ഇന്നലകളിൽ പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഇത് ആർഷഭാരതത്തിന്റെ ചരിത്രമാണെങ്കിൽ, ഗ്രീസിന്റെയും റോമിന്റെയും യൂറോപ്പിന്റെയും ചരിത്രമാണെങ്കിൽ ഇതൊന്നുമല്ല. 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ അറേബ്യൻ സമൂഹത്തിന്റെ ഇടയിൽ നടമാടിയിരുന്ന ഒരു നീചത്തരം, ക്രൂരത, പീഡനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രത്യേകമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, പെങ്ങന്മാർ ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അന്നത്തെ അറേബ്യൻ സമൂഹത്തിന്റെ ഇടയിൽ കാടത്തവും ഭീകരതയും നിലനിന്നിരുന്ന ആ അറേബ്യൻ സമൂഹത്തിന്റെ ഇടയിൽ ഒരു പെൺകുഞ്ഞിനെ പിറന്നു വീണ ഉടനെ കുഴിച്ചു മൂടിയിരുന്ന വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ കഥകള് 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിന് പറഞ്ഞു തരാറുണ്ട്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദുൻ വഹുവ ഖദീം. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദുൻ വഹുവ ഖദീം. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ജന്മം നൽകിയ പിതാവിന്റെ കറുത്തിരുണ്ട കരാളഹസ്തം കൊണ്ട് നിർമ്മലയും നിഷ്കളങ്കയും നിഷ്കപടയും നിരായുധയുമായ പാവപ്പെട്ട ചോര പൈതലിന്റെ കഴുത്തു പിരിച്ച് അറേബ്യയുടെ മണലാരുണ്യത്തിൽ കുഴിച്ചു മൂടിയിരുന്ന പിതാക്കന്മാരുടെ ചരിത്രമാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നിരാധയുമായ ചോര പൈതലിനെ കഴുത്തു പിരിച്ച് അറേബ്യയുടെ മണലാരുണ്യത്തിൽ കുഴിച്ചുമൂടി അഭിമാനം കാക്കാൻ തക്കം പാർത്തിരുന്ന പിതാക്കന്മാരുടെ ചരിത്രം വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഏതെങ്കിലും പിതാവിന്റെ കണ്ണിൽ പെടാതെ പാവപ്പെട്ട ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടാലോ, കിരാതവും നിഷ്ഠൂരവും പൈശാചികവുമായ ആ അറുകൊലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അവകാശമില്ല. കാടത്തത്തിന്റെ കരിമ്പുടം പുതച്ച കാട്ടറബികളുടെ കാമാസക്തമായ കഴുകക്കണ്ണുകൾക്ക് മുമ്പിൽ ആ പാവപ്പെട്ട പെൺകുട്ടി പെടുകയും ആ കാപാലികന്മാരുടെ മുമ്പിൽ ആ പാവപ്പെട്ട പെൺകുട്ടി ഉടുതുണി ഉരിഞ്ഞു നൃത്തമാടുകയും അവസാനം അവരുടെ പിഞ്ചിളം ശരീരം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി
അടിയറ വെക്കുകയും ചെയ്യേണ്ടി വന്നിരുന്ന ദാരുണമായ ദുരന്തത്തിന്റെ ചരിത്രമാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, സ്ത്രീ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധർമ്മസമരം നടത്തി സ്ത്രീ വിമോചനത്തിന്റെ വിപ്ലവേതിഹാസം രചിച്ച് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിമോചന വിപ്ലവം സൃഷ്ടിച്ച മദീനയുടെ മഹാരാജൻ സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മയായി ആദരിക്കപ്പെടാനും സഹോദരി സഹോദരിയായി സ്നേഹിക്കപ്പെടാനും ഭാര്യയായി പ്രേമിക്കപ്പെടാനും മകളായി ലാളിക്കപ്പെടാനും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ, സ്ത്രീ സമൂഹത്തിന്റെ മുമ്പിൽ ചില മാധ്യമങ്ങളും ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ നിർദ്ദേശങ്ങളെ മറികടന്നപ്പോ കലാലയത്തിന്റെ തിരുമുറ്റത്തും കാമ്പസിന്റെ തിരുമുറ്റത്തും വിദ്യാലയങ്ങളുടെ പടിപ്പുരയിലും പാഠശാലകളുടെ മരത്തണലിലും ഈ പാവപ്പെട്ട സമൂഹത്തിലെ പെൺകുടിമാർ, ആ പാവപ്പെട്ട സഹോദരിമാർ അഭിമാനം നഷ്ടപ്പെട്ടവരായി, മാനഭംഗപ്പെടുത്തപ്പെട്ടവരായി സമൂഹത്തിന്റെ മുമ്പിൽ ആട്ടപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്തവരായെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ത്രീ സമൂഹത്തിന് ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു യുഗത്തിൽ നിന്നുകൊണ്ട് യുഗാന്തരങ്ങൾക്ക് മുമ്പ് സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതിന്റെ ശേഷം നമുക്ക് മുമ്പിൽ വെച്ച പൂർണ്ണമായ നിർദ്ദേശങ്ങളെ മറികടന്നതിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഇന്ന് കയ്യും കണക്കുമില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, പൊതുപ്രവർത്തനങ്ങളുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, സ്ത്രീ സമൂഹം ഇന്ന് പുറത്തേക്ക് അഴിഞ്ഞാടുകയാണ്, പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പുറത്തു പോകുന്ന സ്ത്രീകൾക്ക് ഒരു പക്ഷേ നല്ല ഒരു ടീച്ചറാവാൻ കഴിഞ്ഞേക്കും, നല്ലൊരു പ്രൊഫസറാവാൻ കഴിഞ്ഞേക്കും. അതുപോലെ പൊതുപ്രവർത്തനങ്ങൾക്ക് പുറത്തു പോകുന്ന ഒരു പെൺകൊടിക്ക് നല്ല ഒരു പൊതുപ്രവർത്തകയാകാൻ കഴിഞ്ഞേക്കും. രാഷ്ട്രീയ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പെണ്ണിന് നല്ലൊരു മെമ്പറോ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ, ഒരു മന്ത്രിയോ ആകാൻ കഴിഞ്ഞേക്കും. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്, അവൾക്ക് നല്ലൊരു ഭാര്യയാവാൻ കഴിയുമോ, നല്ലൊരു സഹധർമ്മിണിയാകാൻ കഴിയുമോ, വീട്ടിലെ രാജ്ഞിയും രാജകുമാരിയുമായി വാഴേണ്ട നല്ല ഒരു ഭാര്യയായി മാറാൻ ആ പെണ്ണിന് സാധിക്കില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ദുനിയാവിലും ആഖിറത്തിലും ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ തീക്ഷ്ണമായ അള്ളാഹുവിന്റെ അഗ്നി പരീക്ഷണങ്ങൾക്ക് ആ പെണ്ണ് പാത്രീഭൂതരാവേണ്ടി വരുമെന്ന്, ആ പെണ്ണ് അടിയറവ് പറയേണ്ടി വരുമെന്ന ഒരു വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒരു മുസ്ലിമായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന്റെ സുരക്ഷയ്ക്കും അവരുടെ ദാമ്പത്തിക ജീവിതത്തിന്റെ പുരോഗതിക്കും കുടുംബ ഭദ്രതയ്ക്കും ഏറ്റവും അഭികാമ്യമായത് വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചറിയിച്ചിട്ടുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഓ പെണ്ണെ, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. നീ സമൂഹത്തിലേക്ക് ഇറങ്ങരുത്. സമൂഹത്തിലെ പൂവാലന്മാരുടെ വൈകാരികമായ ആവേശം നീ തട്ടി ഉണർത്തരുത്. ഈ സമൂഹത്തിലെ പുരുഷന്മാരെ നീ പാപത്തിലേക്ക് വലിച്ചിഴക്കരുത്. നിന്റെ വീടാണ് നിന്റെ സുരക്ഷ, നിന്റെ വീടാണ് നിന്റെ ഭദ്രത, നിന്റെ വീട്ടിലാണ് നിനക്ക് രക്ഷ. നിന്റെ വീട്ടിൽ നീ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പെണ്ണിന് ജീവിക്കാൻ അനുമതി നൽകിയ, പെണ്ണിനെ പടച്ച തമ്പുരാന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹാനായ സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പെണ്ണിന്റെ ജീവിതത്തിന് വേണ്ടി, ഈ പെണ്ണിന്റെ അഭിമാനത്തിന് വേണ്ടി, ഈ പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടിയ, ധീരമായ വിപ്ലവേതിഹാസം മുഴക്കിയ മഹാനായ വിശ്വപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് പഠിപ്പിച്ചതെന്താണ്? ഓ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അദ്ദുനിയാ മതാ വ ഖൈറു മതാഉ ദുനിയാ അൽ മർഅത്തു സ്സാലിഹാ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ദുനിയാവെന്ന് പറഞ്ഞാൽ ചരക്കാണ്. ഈ ദുനിയാവിൽ ഒരുപാട് ചരക്കുകളുണ്ട്. മലഞ്ചരക്ക് ദുനിയാവിന്റെ ചരക്കാണ്, പച്ചക്കറി ദുനിയാവിന്റെ ചരക്കാണ്, പലചരക്ക് ദുനിയാവിന്റെ ചരക്കാണ്, സൗന്ദര്യ വസ്തുക്കൾ ദുനിയാവിന്റെ ചരക്കാണ്, ഇവിടത്തെ ചുക്കും കുരുമുളകും ദുനിയാവിന്റെ ചരക്കാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർണവും വെള്ളിയും തുടങ്ങി ലോകത്ത് അമൂല്യമെന്ന് നാം കണക്കുകൂട്ടിയ പലതും വലിയ വലിയ ദുനിയാവിന്റെ ചരക്കുകളാണ്. എന്നാൽ ലോകത്ത് ചരക്കിന്റെ വില പഠിപ്പിച്ച സയ്യിദുൽ വറാ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ ദുനിയാവിന്റെ ചരക്ക്, ആ ചരക്ക് ചുക്കിന്റെ ചരക്കല്ല, അത് മലഞ്ചരക്കല്ല, പലചരക്കല്ല, അത് പച്ചക്കറി ചരക്കല്ല. വഖൈറു മതാഉദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച വഴിയെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വഴിയെ, സച്ചരിതരായ മുൻഗാമികൾ ലോകത്ത് പഠിപ്പിച്ച വഴിയെ ചലിക്കാൻ കഴിഞ്ഞ ഒരു സ്വാലിഹത്തായ പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിനേക്കാൾ വലിയ ഒരു ചരക്ക് ഈ സമൂഹത്തിന് മുന്നിൽ വെക്കാനില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ എന്റെ ഈമാനുള്ള മുസ്ലിമേ, നിങ്ങൾ ജ്വല്ലറികൾ കണ്ടിട്ടില്ലേ? എന്റെ ഉമ്മമാരെ, നിങ്ങൾ വലിയ വലിയ ജ്വല്ലേഴ്സുകൾ കണ്ടിട്ടില്ലേ? അവിടത്തെ സ്വർണം തങ്കവും സൂക്ഷിച്ചതെങ്ങനെയാണ്? അത് പുറത്തിങ്ങനെ നിരത്തി വെച്ചിട്ടല്ലല്ലോ, അതൊന്ന് പരത്തിയിട്ടിട്ടല്ലല്ലോ, അത് കടയുടെ മുമ്പിൽ ഇങ്ങനെ വിടുത്തി വിരിച്ചിട്ടിട്ടല്ലല്ലോ, കടയുടെ ഉള്ളിന്റെ ഉള്ളറയിൽ പ്രത്യേകം സജ്ജമാക്കിയ കവചത്തിന്റെ ഉള്ളിൽ പവിത്രമായി സൂക്ഷിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് നിനക്ക്, ആ വെള്ളിയേക്കാൾ മൂല്യമുണ്ട് നിനക്ക്, ആ തങ്കത്തെക്കാൾ മൂല്യമുണ്ട് നിനക്ക്. ആ വെള്ളിയേക്കാളും സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും മുത്തിനേക്കാളും മാണിക്യത്തെക്കാളും മൂല്യമുണ്ട് നിനക്ക് എങ്കിൽ നീ സൂക്ഷിക്കപ്പെടേണ്ടത് വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണെന്ന് പഠിപ്പിച്ചത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ഊരു ചുറ്റാൻ അവകാശമില്ല, നിനക്ക് നാടു ചുറ്റാൻ അവകാശമില്ല. നിന്റെ അവകാശത്തെ ഹനിക്കുകയല്ല വിശുദ്ധമായ ഇസ്ലാം, നിന്റെ അവകാശത്തെ തകർക്കുകയല്ല വിശുദ്ധമായ ഇസ്ലാം, നിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയല്ല വിശുദ്ധമായ ഇസ്ലാം. നീ പുറത്തു പരിധി വിട്ടുപോയാൽ, നീ നാടു ചുറ്റിയാൽ, നീ ഊരു ചുറ്റിയാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലോകത്തിന്റെ ഗതിവിഗതികളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നേരിൽ കണ്ടറിഞ്ഞ ലോകത്തിന്റെ നേതാവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മർഅതു ഔറത്തുൻ വഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെണ്ണെന്ന് പറഞ്ഞാൽ അത് ഔറത്താണ്. ആ പെണ്ണ് പുറത്തു പോയാൽ, ആ പെണ്ണ് പുറത്തു പോയാൽ, ആ പെണ്ണ് ടൗണിൽ ഇറങ്ങിയാൽ, അവള് പഞ്ചായത്തിന്റെ പടികൾ ചവിട്ടിക്കയറുമ്പോ, പൊതുജനങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പൊതുജനങ്ങൾ തടിച്ചുകൂടുന്നവർ, അന്യപുരുഷന്മാര് തടിച്ചുകൂടുന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരപുരുഷ ദർശനമുണ്ടാവുക വഴി നിന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ പിശാച് കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ പിശാച് ഇവിടത്തെ മനുഷ്യരുടെ മനസ്സിൽ വൈകാരികമായ ചിന്ത ഉണർത്തുകയും, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ആത്മാഭിമാനം തകർത്തെറിയപ്പെടാൻ അത് കാരണമാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നബിയുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ട്രെയിനിൽ നിനക്ക് സുരക്ഷ ലഭിക്കാൻ, ബസ്സിൽ നിനക്ക് സുരക്ഷ ലഭിക്കാൻ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റെയിൽവേ സ്റ്റേഷനിൽ നിനക്ക് സംരക്ഷണം ലഭിക്കാൻ, നിന്റെ നാട്ടിലും
നാട്ടിലും പട്ടണത്തിലും ഗ്രാമത്തിലും തുടങ്ങി നിന്റെ സ്വന്തം വീട്ടിൽ പോലും നിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന കാലഘട്ടമാണെങ്കിൽ, നിന്റെ വീടിന്റെ ഉൾത്തടങ്ങളിൽ പോലും നിന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് രക്ഷ കിട്ടാൻ, നിനക്ക് മോചനം കിട്ടാൻ, നിനക്ക് മോചനം തന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. നീ വളരെ സുരക്ഷിതമായി, നീ വളരെ സന്തോഷത്തോടെ, വളരെ സുരക്ഷിതമായി നിന്റെ വീടിന്റെ അകത്തടത്തിൽ അഭയം തേടണമെന്ന് നിന്നെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാം, അതിന്റെ നിയമങ്ങൾ, അതിന്റെ ആചാരങ്ങൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ അത് ഉൾക്കൊള്ളാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പെണ്ണെ, നിന്റെ ഭൗതിക ജീവിതം തകർന്നടിഞ്ഞുപോയി. അതിലേറെ നിന്റെ ആത്മീയ ജീവിതം ചൂഷണം ചെയ്യപ്പെട്ടുപോയി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചതിന്റെ ശേഷം ഈ സമൂഹത്തിലെ പെൺകൊടിമാരുടെ ഹൃദയം പൊള്ളുന്ന ചില ഹദീസുകൾ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സംസാരം നിർത്തും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ അകത്തടത്തിലിരിക്കുമ്പോ അതാ മരുമകനായ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹാ, ഈ നവദമ്പതികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് നടന്നു വരികയാണ്. പിതാവിനെ ഒന്ന് കാണാനാണ് വരുന്നത്, പിതാവിന്റെ പൂമുഖമൊന്ന് കാണാനാണ് വരുന്നത്, ആ പിതാവിനോട് കുശലം പറയാനാണ് വരുന്നത്. പിതാവിന്റെ സമീപത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുത്തെ ശിരസ് കുനിഞ്ഞിരിക്കുകയാണ്, തല താഴ്ത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കുനിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ 14-ാം രാവിലെ ഖമറിനെ വെല്ലുന്ന പൂമുഖത്തേക്ക് നോക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ 2 കണ്ണും ചുവന്നു തുടുത്തുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പരിശുദ്ധമായ കവിൾത്തടങ്ങളിലൂടെ അതാ കണ്ണുനീരിന്റെ ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ അധരങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ ഹൃദയം പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, മാദാ യബ്കീക യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, തങ്ങൾ കരയാനുള്ള കാരണം എന്താണ് നബിയേ? വല്ല വഹിയും ഇറങ്ങിയോ നബിയേ? ഈ സമൂഹത്തിൽ നിന്ന് വല്ല ദുരന്തവും ഉണ്ടായോ നബിയേ? വല്ല ശത്രുക്കളെയും പേടിച്ചതിന്റെ പേരിലാണോ നബിയേ? ആ സമയത്ത് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തുൻ നിസാ ലൈലത അസ്റാ ബി ഇലസ് സമാ ഫീ ശിദ്ദത്തിൻ വഅദാബ് فذكرت شعنهن فبقيت يا علي فبقيت يا فاطمة. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓ അലിയേ, ഈ ഇസ്രായിന്റെ രാത്രിയിൽ ഞാൻ 7-ാം ആകാശത്തിലൂടെ അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നു, രാപ്രയാണം നടത്തി. ആ രാത്രിയിൽ ഞാൻ സ്വർഗവും നരകവും സന്ദർശിച്ചു അലിയേ. ഞാൻ നരകത്തിലേക്കൊന്നെത്തി നോക്കിയപ്പോ എന്റെ ഖൽബ് തകർന്നു പോയി അലിയേ.
എന്റെ ഹൃദയം പിടച്ചുപോയി അലിയേ. ദാരുണമായ ചില രംഗങ്ങൾ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു അലിയേ. ഫഖുൽതു മല്ലദീ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ ആ നരകത്തിൽ കണ്ടതെന്താണ് നബിയേ? ആ നരകത്തിന്റെ ഭീകരമായ അഗ്നിതാണ്ഡവത്തിൽ അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ കണ്ട അദാബെന്താണ്? തങ്ങൾ കണ്ട ദുരന്തം എന്താണ്? ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറഞ്ഞപ്പോ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതും മിൻ ശഅരിഹാ വയഗ്ലാ ദിമാഉ റഅസിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലിയേ, ആ നരകത്തിൽ ഒരു കൂട്ടം പെൺകൊടിമാരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അലിയേ. മുഅല്ലഖതും മിൻ ശഅരിഹാ, എന്റെ പെങ്ങളെ, അങ്ങാടിയിലെ ചായക്കടയിലും അങ്ങാടിയിലെ പച്ചക്കറിക്കടയിലും പഴക്കുല തൂക്കിയിട്ടത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ പെണ്ണിന്റെ മുടിക്കുത്തിനു പിടിച്ചുകൊണ്ട് അതാ അല്ലാഹുവിന്റെ നരകത്തിൽ മുടിക്കുത്തിനു പിടിച്ചുകൊണ്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. കാറ്റാടുമ്പോൾ പഴക്കുലയാടുന്നത് പോലെ അടിയിൽ നിന്നും ആർത്തിരമ്പുന്ന തീയുടെ ശക്തിയിൽ ആ പെണ്ണാ മുടുക്കുത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ് അലിയേ. വയഗ്ലാ ദിമാഉ റഅസിഹാ, അടിയിൽ നിന്ന് കത്തുന്ന ഭീകരമായ അഗ്നിയുടെ താണ്ഡവം കൊണ്ട് ആ പെണ്ണിന്റെ തലച്ചോറ് പൊന്തി അതാ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലിയേ. തീർന്നില്ല അലിയേ, തൊട്ടപ്പുറത്ത് വേറെ ഒരു കൂട്ടം പെൺകൊടിമാരെ ഞാൻ കണ്ടു അലിയേ. അവരെന്താണ്? റഅയ്തു ഇംറഅതൻ മുഅല്ലഖതും ബിലിസാനിഹാ ഖദ് അഖ്റജത് യദഹാ മിൻ ദഹ്രിഹാ വൽ ഖുത്റാനു യസുബ്ബു ഫീ ഹൽഖിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തൊട്ടപ്പുറത്ത് വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ കണ്ടു. മുഅല്ലഖതും ബിലിസാനിഹാ ഖദ് അഖ്റജത് യദഹാ മിൻ ദഹ്രിഹാ, അവളുടെ നാവ് പുറത്തു വലിച്ചു പുറത്തേക്കെടുത്തിരിക്കുകയാണ്. ആ പുറത്തേക്കെടുത്ത നാവ് അതാ മെല്ലെ പിന്നിലൂടെ കൊണ്ടുവന്ന് അവളെ അതാ ബെൽറ്റ് കെട്ടുന്നത് പോലെ ചുറ്റിക്കെട്ടിയിരിക്കുകയാണ് അലിയേ. വൽ ഖുത്റാനു യസുബ്ബു ഫീ ഹൽഖിഹാ, അവളുടെ നാവ് പുറത്തു വലിച്ചു പുറത്തേക്കെടുത്തിരിക്കുകയാണ്. ആ പുറത്തേക്കെടുത്ത നാവ് അതാ മെല്ലെ പിന്നിലൂടെ കൊണ്ടുവന്ന് അവളെ അതാ ബെൽറ്റ് കെട്ടുന്നത് പോലെ ചുറ്റിക്കെട്ടിയിരിക്കുകയാണ് അലിയേ. വൽ ഖുത്റാനു യസുബ്ബു ഫീ ഹൽഖിഹാ, നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡ് പണിതുകൊണ്ടിരിക്കുമ്പോ റോഡിന്റെ സൈഡിൽ ഇട്ടുകൊണ്ട് വലിയ തീയിലിട്ട് ടാറ് തിളപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ തിളച്ചു മറിയുന്ന ടാറ് അത് നരകത്തിലെ തീയിനാൽ തിളപ്പിക്കപ്പെട്ട ടാറ് ഈ പെണ്ണിന്റെ തൊണ്ടയിലേക്ക് മലക്കുകൾ ഒലിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജബാനിയാക്കളായ മലക്കുകൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്ങാനാവുന്നില്ല അലിയേ, സഹിക്കാൻ വയ്യ അലിയേ. എത്ര വലിയ ഭീകരമാണ് അലിയേ. എന്റെ സമൂഹത്തിലെ പെൺകൊടിമാര് അനുഭവിക്കുന്ന ത്യാഗമാണ് അലിയേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർന്നില്ല അലിയേ. മൂന്നാമതൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. മുഅല്ലഖതും ബിസദിയൈഹാ മിൻ വറാഇ ദഹ്രിഹാ വസ്സഖൂമു യസുദ്ദു ഫീ ഹൽഖിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലിയേ,
മൂന്നാമത്തെ വേറൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ 2 മാർവിടങ്ങളും പുറകോട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അവരുടെ പിൻഭാഗത്തേക്ക് അവരുടെ മാർവിടങ്ങളെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. വയസുബ്ബു അസ്സഖൂമു ഫീ ഹൽഖിഹാ, അവരുടെ തൊണ്ടയിലേക്ക് സഖൂം എന്ന് പറയുന്ന വിഷമുള്ളടക്കമുള്ള പാനീയം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകൊടിമാർക്ക് താങ്ങാൻ കഴിയുന്നില്ല അലിയേ. നരകത്തിന്റെ തൊട്ടപ്പുറം ആ നരകത്തിൽ വേറൊരു വിഭാഗം പെൺകൊടിമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു അലിയേ. മുഅല്ലഖതും ഖദ് ശദ്ദതു റിജ്ലാ മഅയദൈഹാ ഇലാ നാസിയതിഹാ വഖദ് സലതത് അലൈഹാ ഹയ്യാതുൻ വഅഖാരിബ്. വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ കണ്ടു അലിയേ. ആ പെൺകൊടിമാരുടെ കൈകളും കാലുകളും അവരുടെ മൂർധാവിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ പെണ്ണിങ്ങനെ നരകത്തിലൂടെ ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ട് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അലിയേ. ആ ഉരുണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണിനെ വിഷസർപ്പങ്ങൾ വന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട് അലിയേ. അവരുടെ മാംസങ്ങൾ കടിച്ചു പറിക്കുന്നുണ്ട് അലിയേ. ആ പെണ്ണിനെ അതാ വലിയ വലിയ തേളുകൾ വന്ന് കടിച്ചു പറിക്കുന്നുണ്ട് അലിയേ. ആ നരകത്തിൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന ചിന്തിച്ചുകൊണ്ട് ആ പെണ്ണിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത നേതാവെന്ന നിലയിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി അലിയേ. എന്റെ കരള് പിടച്ചുപോയി അലിയേ. സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർന്നില്ല അലിയേ. തൊട്ടപ്പുറം വേറെ ഒരു വിഭാഗം പെൺകൊടിമാർ ആ നരകത്തിൽ ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ കണ്ടുപോയി അലിയേ. അവരാരാണ് നബിയേ? കേൾക്കാൻ എനിക്ക് ആവതില്ല നബിയേ. എന്റെ ഹൃദയം വിറയ്ക്കുന്നു നബിയേ. എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നു നബിയേ. എങ്കിലും തങ്ങൾ പറഞ്ഞു തരണം, അവരാരാണ് ഹബീബേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഓ ഹരിയേ, തഅകുലു ജസദഹാ വന്നാറു തൂഖദു മിൻ തഹ്തിഹാ. ഒരു വിഭാഗം പെൺകൊടിമാര് അവരവരുടെ ശരീരത്തിലെ സ്വന്തം മാംസം ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അലിയേ. നരകത്തിലെ തീ കൊണ്ട്, നരകത്തിലെ ചൂട് കൊണ്ട് ഉരുകിയൊലിക്കുന്ന ആ ഉരുകിയൊലിക്കുന്ന മാംസങ്ങൾ ആ പെണ്ണുങ്ങൾ സ്വന്തമായി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണുങ്ങളുടെ അടിഭാഗത്തുകൂടെ അല്ലാഹുവിന്റെ അഗ്നിപരീക്ഷണമായ നരകത്തിന്റെ ഭീകരമായ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അലിയേ. എനിക്ക് താങ്ങാനാവില്ല അലിയേ. അതും തീർന്നില്ല, തൊട്ടപ്പുറത്ത് വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ കണ്ടു അലിയേ. റഅസുഹാ കറഅസിൽ ഖിൻസീർ വബദനുഹാ കബദനിൽ ഹിമാർ. ആ പെണ്ണിന്റെ തലയുണ്ടല്ലോ അലിയേ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട പന്നിയുടെ തലയാണ് അലിയേ. ആ പെണ്ണിന്റെ തല ഒറിജിനൽ പന്നിയുടെ തലയാണ്. ആ പെണ്ണിന്റെ ബോഡിയോ, ആ ബോഡി ഒറിജിനൽ കഴുതയുടെ ബോഡിയാണ് അലിയേ. ഇതാരെപ്പറ്റിയാണ് പറയുന്നത്? എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, എന്റെ സഹോദരിമാരെ, ഈ സമുദായത്തിലെ പെൺകൊടിമാർക്ക് നരകത്തിൽ വരാൻ പോകുന്ന ഭീകരമായ ദുരന്തം ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പോരാ അലിയേ, വേറെ ഒരു വിഭാഗത്തെ ഞാൻ അവിടെ കണ്ടു അലിയേ. ഇംറഅത്തുൻ അലാ സൂറത്തിൽ കൽബി യദ്ഖുലുൽ ലഖാരിബു വൽ ഹയ്യാതു മിൻ ഖുബലിഹാ ഔ മിൻ ഫീഹാ
വതഖ്റുജു മിൻ ദുബരിഹാ വൽ മലായികതു യദ്രിബൂന അലാ റഅസിഹാ ബിമഖാമിഇൻ മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വേറെ ഒരു വിഭാഗം പെണ്ണിനെ ഞാൻ അവിടെ കണ്ടു വലിയേ, വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ആ അഗ്നിയിലിട്ട് അല്ലാഹു ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടു വലിയേ. അവരുടെ രൂപം എന്താണ്? ഒറിജിനൽ പട്ടിയുടെ രൂപമാണ്, ഒറിജിനൽ നായയുടെ രൂപമാണ്. ആ രൂപമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ പെങ്ങളെ? ആ രൂപമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉമ്മമാരെ? നാളെ മരിച്ചു മഹ്ശറയിൽ ചെന്ന് ഖബറിൽ ചെല്ലുമ്പോ നാളെ മരിച്ച് ഖബറും കഴിഞ്ഞ് മഹ്ശറയും കഴിഞ്ഞ് നരകത്തിലെത്തിയാൽ ആ നരകത്തിലൊരു പട്ടിയായി നടക്കാൻ ഒരു പെൺകൊടി ആഗ്രഹിക്കുമോ? എന്നാൽ ഞാനും നിങ്ങളും ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നരകത്തിലെ ഒരു വിഭാഗം പെൺകൊടിമാർ ഒറിജിനൽ നായ്ക്കളായി പട്ടികളായി വരുമെന്ന് പഠിപ്പിച്ചത് നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പോരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യദ്ഖുലുൽ അഖാരിബു വൽ അഹയ്യാതു മിൻ ഖുബലിഹാ ഔ മിൻ ഫീഹാ വതഖ്റുജു മിൻ ദുബരിഹാ. അള്ളാന്റെ റസൂല് പറയുകയാണ്, വലിയ വലിയ വിഷസർപ്പങ്ങള്, വലിയ വലിയ തേളുകള് ആ പെണ്ണിന്റെ വായിലൂടെ കടക്കുകയാണ്. ആ പെണ്ണിന്റെ വായിലൂടെ കടക്കുകയാണ്. ആ പെണ്ണിന്റെ വയറിലുള്ളത് മുഴുവനും, ഉള്ളിലുള്ളത് മുഴുവനും ആ പാമ്പ് കടിച്ചു തിന്നുകയാണ്, ആ തേള് കടിച്ചു തിന്നുകയാണ്. അവസാനം വതഖ്റുജു മിൻ ദുബരിഹാ, ആ പെണ്ണിന്റെ പിൻദ്വാരത്തിലൂടെ, മലദ്വാരത്തിലൂടെ ആ പാമ്പ് പുറത്തേക്ക് പോവുകയാണ്. തീർന്നില്ല, വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൽ മലായികതു യദ്രിബൂന അലാ റഅസിഹാ, മലക്കുകളാണെങ്കിലോ ആ പെണ്ണിന്റെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് അവളുടെ തലയിൽ ഇങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അലിയേ, എന്തൊരു ദുരന്തമാണ് അലിയേ, എന്തൊരു ശിക്ഷയാണ് അലിയേ, എന്തൊരു അദാബാണ് അലിയേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഈ 10 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തീരുമ്പോഴേക്ക് ഫഖാമത്ത് ഫാത്തിമ ബീബി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ചാടി എഴുന്നേറ്റ് പോയി. വഖാലത്ത് യാ റസൂലല്ലാഹ്, അവിടെ നിന്നുകൊണ്ട് ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാ ബീ വഖിത്അതു കബ്ദി വമൽജഉ മഹബ്ബതി, എന്റെ സ്നേഹത്തിന്റെ നിറകുടമായ പിതാവേ, ഞാൻ എന്ത് ദുരന്തമാണ് ഈ കേട്ടത്, എന്ത് വലിയ അദാബാണ് ഈ കേട്ടത്, എത്ര വലിയ ശിക്ഷയാണ് പിതാവേ ഞാൻ ഈ കേട്ടത്. അഖ്ബിർനി മാ കാനത് അഅ്മാലു ഹാദിഹിൻ നിസാ. ഫാത്തിമ ബീബി നബി തങ്ങളോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട പിതാവേ, ഈ പെൺകൊടിമാര് ചെയ്തു പോയ പാതകങ്ങൾ എന്താണെന്ന് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നബിയേ, തങ്ങൾ എനിക്ക് വിവരിച്ചു തരണം നബിയേ. നാളെ സ്വർഗ സ്ത്രീകളുടെ രാജ്ഞിയായി സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യമായി കാലെടുത്ത് വെക്കേണ്ട പെൺകൊടി ഞാനാണ്. സയ്യിദത്തുൻ നിസാ ആയി സ്വർഗത്തിൽ വരേണ്ട പെണ്ണാണ് ഞാൻ. എന്റെ പിൻഗാമികളായ പെൺകൊടിമാരനുഭവിക്കുന്ന തീഷ്ണമായ ഈ അദാബുകൾ ഓർക്കാൻ എനിക്ക് കഴിയില്ല നബിയേ. അവര് ചെയ്തു പോയ തെറ്റെന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഫഖാല അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യാ ഫാത്തിമ അമ്മൽ മുഅല്ലഖതും ബിശഅരിഹാ,
ഓ ഫാത്തിമ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുടി മേൽഭാഗത്ത് കെട്ടിയിട്ട ഒരു വിഭാഗം, പഴക്കുല പോലെ അവരിങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരുടെ മൂർധാവിൽ നിന്നും അതാ തലച്ചോറ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരാരാണെന്നറിയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ തഖ്തുമു ശഅറഹാ മിനർ റിജാൽ. ഫാത്തിമ, അന്യപുരുഷന്മാരുടെ മുന്നിൽ മുടി വെളിവാക്കി നടക്കുന്ന പെണ്ണുണ്ടല്ലോ ഫാത്തിമ, അന്യൊരു പുരുഷന്റെ മുമ്പിൽ തന്റെ മുടിയുടെ ഒരല്പമെങ്കിലും കാട്ടി നടക്കുന്ന പെണ്ണ്, പ്രദർശിപ്പിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ മുടിയിൽ നാളെ അവളെ നരകത്തിൽ തൂക്കിയിടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ ഈ ഭീകരമായ അദാബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അദാബ് ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കുമോ പെങ്ങളെ? ഈ അദാബ് ഏറ്റുവാങ്ങാൻ നമുക്ക് ആവതുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി? അതുകൊണ്ട് നീ ആലോചിക്കേണ്ടത്, നീ സ്കൂളിലേക്ക് പോകുമ്പോ, നീ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോ, നീ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോ, അവിടെ നിന്ന് മടങ്ങി വരുമ്പോ, നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ, നീ കടന്നു ചെല്ലുന്ന മേഖലകളിൽ അല്ലാഹുവിന്റെ റസൂല് നിന്നോട് മുന്നറിയിപ്പ് നൽകിയ, നിന്റെ മുടിയുടെ ഒരു നാര് പോലും മറ്റൊരു പുരുഷൻ കാണാനുള്ള അവസരം ഒരുക്കരുതേ എന്ന് നിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ട് ആ നേതാവിന്റെ വചനങ്ങളെ നീ വലിച്ചെറിഞ്ഞുവെങ്കില്, ആ നേതാവിന്റെ വാക്കുകളെ നീ തിരസ്കരിച്ചുവെങ്കില്, ആ നേതാവിന്റെ ചര്യയെ പാടെ നീ അവഗണിച്ചുവെങ്കില്, നാളെ നരകത്തിൽ നിന്റെ മുടിക്കുത്തിരിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സബാനിയാക്കള മലക്കുകള് അതാ നിന്റെ അടിവാരത്ത് അഗ്നി ഇങ്ങനെ കത്തിക്കുമ്പോ നിന്റെ തലച്ചോറ് മറിഞ്ഞുകൊണ്ടിരിക്കും പെങ്ങളെ. അന്ന് നീ ഏതു ചെറുപ്പക്കാരനെ പ്രീതിപ്പെടുത്താനാണോ നിന്റെ മുടി പ്രദർശിപ്പിച്ചത്? ഏതു ചെറുപ്പക്കാരനെ തൃപ്തിപ്പെടുത്താനാണോ നിന്റെ മുടി നീ തുറന്നിട്ടത്? അവൻ നിന്റെ മഹിഷറയിൽ, നിന്റെ നരകത്തിൽ നിനക്ക് കൂട്ടുണ്ടാവില്ല പെണ്ണെ. അതുകൊണ്ട് നീ ആലോചിക്കണം, നീ ചിന്തിക്കണം, നീ ആലോചനയുടെ ചെപ്പു തുറക്കണം. ആ ഭീകരമായ നരകത്തെ കുറിച്ച് നീ ചിന്തിക്കണം. നിന്റെ ജീവിതം നീ ചിട്ടപ്പെടുത്തണം. നിന്റെ തല നീ മറക്കണേ. അന്യപുരുഷന്റെ മുമ്പിൽ നിന്റെ തല നീ വെളിവാക്കരുത്. നിന്റെ ഒരു മുടിയുടെ നാര് പോലും നീ വെളിവാക്കരുത്. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിമ ഫഅമ്മൽ മുഅല്ലഖതും ബിലിസാനിഹാ ഫകാനത് തുഅദി സൗജഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫാത്തിമ നാവിനെ പിൻഭാഗത്തുകൂടെ പിടിച്ചു കെട്ടി അല്ലാഹുവിന്റെ അഗ്നി പരീക്ഷണമായ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ട പെൺകൊടിമാര് അവരാരാണെന്നറിയോ ഫാത്തിമ? ഫകാനത് തുഅദി സൗജഹാ. അവരുടെ നാവ് കൊണ്ട് ഭർത്താവിനെ അവർ ബുദ്ധിമുട്ടിച്ചവളാണ്. അവർ ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയവരാണ്. ഭർത്താവിന്റെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കാത്തവളാണ്. ഭർത്താവിന്റെ സമാധാനം പിച്ചു ചീന്തിയവളാണ്. കുടുംബത്തിന്റെ ഭദ്രത തകർത്തവളാണ്. ആ പെണ്ണിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്ന് നിന്റെ ഭർത്താവിനെതിരെ സംസാരിക്കാൻ നീ ഉപയോഗിച്ച നിന്റെ നാവുണ്ടല്ലോ, അത് നാളെ യജമാനന്റെ കോടതിയിൽ തുറന്ന് സംസാരിക്കാൻ നിന്നെ അനുവദിക്കില്ല പെങ്ങളെ. ആ നിന്റെ ഭർത്താവിനെതിരെ നീ മൊഴിഞ്ഞ നിന്റെ നാവിനെ പിൻഭാഗത്തുകൂടെ വളച്ചുകെട്ടി നിന്റെ സംസാരശേഷി അവിടെ വെച്ച് തകർത്ത് നിന്നെ ഭീകരമായ ശിക്ഷയിലേക്ക് അല്ലാഹു വിധേയമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പോരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ
മാ മിൻ ഇംറഅത്തിൻ തുഅദി സൗജഹാ ബിലിസാനിഹാ ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമത്തി 70 ذراعا ثم أقرح الفعنقها അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ച പെണ്ണിനെ നാളെ യജമാനന്റെ കോടതിയിൽ അവളുടെ നാവിങ്ങനെ വലിച്ചു 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 പുറത്തേക്കിടുന്നതാണ്. 70 മുഴം വരെ അവളുടെ നാവ് പുറത്തേക്കിടുന്നതാണ്. 70 മുഴം വരെ അവളുടെ നാവ് വലിച്ചു പുറത്തേക്കിടുന്നതാണ്. ആ നാവ് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ വളച്ചു വളച്ചു ചുറ്റുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിങ്ങനെ പിരടി വരെ കെട്ടിയിടുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെൺമക്കളുള്ള രക്ഷകർത്താക്കളെ, ചിന്തിക്കാൻ അവസരമല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു, അയ്യുമംറഅത്തിൻ അസ്ബത് സൗജഹാ ബിലിസാനിഹാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ നാവ് കൊണ്ട് അവളുടെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ ഫഹിയ ഫീ ലഅനത്തില്ലാഹി വസഹ്തിഹി, ആ പെണ്ണ് അല്ലാഹുവിന്റെ ശാപത്തിലാണ്, ആ പെണ്ണ് അല്ലാഹുവിന്റെ കോപത്തിലാണ്, വൽ മലായികതി, മലക്കുകളുടെയും കോപത്തിലാണ്, വന്നാസി അജ്മഈൻ, ലോകത്തിലെ സർവമാന മനുഷ്യരുടെയും കോപത്തിന് അവൾ വിധേയയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടുവെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച ഉമ്മ, നാവ് കൊണ്ട് ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയ പെങ്ങളെ, നാവ് കൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച സഹോദരി, നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ അവസ്ഥ എന്താണ്? നീ യജമാനനായ അല്ലാഹുവിന്റെ ശാപത്തിന്റെ വിധേയയാണ്. പോരാ, ലോകത്തെ മുഴുവൻ മലക്കുകളുടെയും ശാപത്തിന് വിധേയയാണ്. പോരാ, അല്ലാഹുവിന്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരുടെയും ശാപത്തിന് നീ വിധേയയാണ്. അതുകൊണ്ട് ചിന്തിക്കു പെങ്ങളെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഈ ഹദീസ് എനിക്കൊരു പാഠമായെങ്കിൽ, നമുക്കൊരു പാഠമായെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു, മാ മിൻ ഇംറഅത്തിൻ ഖാലത് ലിസൗജിഹാ മാ റഅയ്തു മിൻക ഖൈറാ ഇല്ലാ ഹബതല്ലാഹു അമലഹാ 70 സനാ വലൗ കാനത് തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് ഖാലത് ലിസൗജിഹാ മാ റഅയ്തു മിൻക ഖൈറാ, തന്റെ ഭർത്താവിന്റെ മുഖത്തു നോക്കി, നിങ്ങളിൽ നിന്ന് ഒരു ഖൈറും എനിക്ക് ലഭിച്ചിട്ടില്ല, നിങ്ങളിൽ നിന്ന് എന്താണ് എനിക്ക് ലഭിച്ചത്? വിവാഹം കഴിച്ചിട്ട് ഇത്ര കാലമായി, നിങ്ങൾ എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്ര കാലമായി, നിങ്ങൾ എനിക്ക് എന്താണ് ചെയ്തു തന്നത്? നിങ്ങൾ എനിക്ക് എന്താണ് വാങ്ങിത്തന്നത്? അപ്പുറത്തെ പെണ്ണിന് അവരുടെ ഭർത്താവ് അത് വാങ്ങിക്കൊടുത്തല്ലോ, ഇപ്പുറത്തെ പെണ്ണിന് ഇവരുടെ ഭർത്താവ് ഇത് വാങ്ങിക്കൊടുത്തല്ലോ, നിങ്ങൾ എന്താണ് എനിക്ക് വാങ്ങിത്തന്നത്? ഇന്ന് വരെ നിങ്ങൾ എനിക്ക് സന്തോഷകരമായ ഒരു നല്ല മാല വാങ്ങിത്തന്നോ, ഒരു നല്ല സാരി വാങ്ങിത്തന്നോ, ഒരു നല്ല മാക്സി വാങ്ങിത്തന്നോ, ഒരു നല്ല തട്ടം വാങ്ങിത്തന്നോ? പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ, വല്ലാഹി വല്ലാഹി, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇല്ലാഹി ബത്തല്ലാഹു അമലഹാ, പെണ്ണേ നിന്റെ മുഴുവൻ
മുഴുവൻ അമലുകളും അല്ലാഹു പൊളിച്ചു കളഞ്ഞുപോയി. നിന്റെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു പൊളിച്ചു കളഞ്ഞുപോയി. വലസബീന സനാ 70 വർഷക്കാലം ഒരു പുരുഷായുസ് മുഴുവനും നീ നിസ്കരിച്ച നിന്റെ നിസ്കാരം, നീ അനുഷ്ഠിച്ച നിന്റെ നോമ്പുകൾ, നീ ചെയ്തു പോയ നിന്റെ സ്വതക്കകൾ, നീ ചെയ്തു തീർത്ത നിന്റെ സ്വലാത്തുകൾ, നിന്റെ അദ്കാറുകൾ, നിന്റെ ഇബാദത്തുകൾ മുഴുവനും ആ ഒരൊറ്റ ഭർത്താവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ എനിക്ക് എന്ത് നന്മയാണ് ചെയ്തു തന്നത് എന്നൊരൊറ്റ വർത്തമാനത്തിന്റെ പേരിൽ അല്ലാഹു പൊളിച്ചു കളയുമെന്ന് പറഞ്ഞത് ലോകത്തിന്റെ അഭിവന്യരായ നേതാവ്, കളവ് നാവ് കൊണ്ട് തമാശക്ക് പോലും കളവ് പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ എന്റെ പെങ്ങളെ ആലോചിക്കണം സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? നാം ആലോചിക്കണം. ഞാനും നിങ്ങളും ചിന്തിക്കണം. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ, വീടുകളിൽ ഭക്ഷണം വെക്കാൻ തീ കത്തണമെങ്കിൽ കാടുകളിൽ പോയി വിറക് കൊണ്ടുവരണമായിരുന്നു. ഇന്ന് നമ്മുടെ വീടിന്റെ അടുക്കളകളിൽ വെള്ളത്തിന്റെ സൗകര്യമുണ്ടെങ്കിൽ 2-3 കിലോമീറ്ററുകൾ വലിയ പാത്രവുമായി ചുമന്നുകൊണ്ട് അടുക്കളയിലെ ആവശ്യത്തിനും വീട്ടാവശ്യങ്ങൾക്കും പാവപ്പെട്ട സമൂഹത്തിലെ ഉമ്മമാർ എത്രയോ മൈലുകൾ താണ്ടി വെള്ളം ചുമന്നുകൊണ്ടുവരുമായിരുന്നു. കറിക്കും ഭക്ഷണത്തിനും അരയ്ക്കണമെങ്കിൽ വലിയ അമ്മിക്കല്ലിൽ വെച്ചുകൊണ്ട് അവരിങ്ങനെ ആട്ടി അരയ്ക്കണമായിരുന്നു. അതുപോലെ അരി പൊടിക്കണമെങ്കിലും നെല്ല് കുത്തണമെങ്കിലും ഉരലെന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗപ്പെടുത്തി കുത്തണമായിരുന്നു. ഈ രൂപത്തിൽ വളരെ കഷ്ടത അനുഭവിച്ച, വളരെ പ്രയാസത്തിൽ ജീവിതം തള്ളി നീക്കിയ മുൻഗാമികളായ നമ്മുടെ പൂർവസൂരികൾ ഈ കഴിഞ്ഞ കാലയളവുകൾ വരെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ഭാര്യയുടെ അകത്തളങ്ങളിൽ നിന്നവർക്ക് പുറത്തു പോകേണ്ടതില്ല. പൈപ്പ് തിരിക്കുമ്പോൾ ആവശ്യാനുസരണവും അനാവശ്യവുമായ വെള്ളം അവൾക്ക് വീട്ടിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണ്. സ്വിച്ച് ഒന്ന് തിരിച്ചാൽ ഗ്യാസ് അടുപ്പിന്റെ പ്രവാഹം നമ്മുടെ നാടുകളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് അടുപ്പുകളില്ലാത്ത വീടുകളില്ല. ഇന്ന് എല്ലാ വീടുകളിലും ഗ്യാസ് അടുപ്പുകളുണ്ട്. അതുപോലെ അരയ്ക്കണമെങ്കിൽ ആട്ടുകല്ലിന്റെയോ അരകല്ലിന്റെയോ ആവശ്യമില്ലാത്ത രൂപത്തിൽ സുന്ദരമായ ഗ്രൈൻഡറോ മിക്സികളോ നമ്മുടെ അടുക്കളകളെ കീഴടക്കിയിരിക്കുന്നുവെങ്കിൽ